ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തരുന്ന ഒരു നാടാണ് നമ്മുടെ ഇത്. ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെക്കുറിച്ചും എന്ത് പറയാം, അങ്ങനെ പറഞ്ഞ ആരും ചോദിക്കില്ല എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണോ? ഒരാൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യമാണോ? ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിനൊരു അതിരുണ്ടാവണം, എന്തിനൊരു മാന്യത ഉണ്ടാവണം പറയുന്നതിൽ. നിങ്ങൾ നോക്ക്, ഈ പറയുന്ന ആൾ, ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്ന ആൾ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവൻ്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കണം എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവൻ്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നമുക്ക് ഈ ഒരു സ്ത്രീയെക്കുറിച്ച് അറിയണമെങ്കിൽ, അവരുടെ ഫീലിങ്സ് അറിയണമെങ്കിൽ, സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു വേദനയെക്കുറിച്ച്, സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നാം ഒരു സ്ത്രീയായിരിക്കണം. അതിന് ഇവൻ സ്ത്രീയാണോ? സ്ത്രീയല്ലല്ലോ. ഒരു സ്ത്രീയുടെ മാനത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്ത്രീക്കേ അറിയുള്ളൂ. അല്ലാതെ ഈ ആണുങ്ങൾ സ്ത്രീൻ്റെ വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീൻ്റെ ആ ഒരു മാനത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്ങിനെ കുറിച്ച് അറിയണമെന്നില്ല. ഈ ജാൻമണി എന്ന് പറഞ്ഞ പുരുഷൻ പറയുന്നത്, അദ്ദേഹം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനിക്കുന്നതിന് മുന്നേ തന്നെ 1947 മരിച്ചെന്ന്. അദ്ദേഹം മരിച്ചത് 1989. നമ്മുടെ പ്രധാനമന്ത്രി, ശ്രീമാൻ പ്രധാനമന്ത്രി ജനിക്കുന്നത് 1950. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്കൊക്കെ ധൈര്യം വരുന്നത്? എനിക്കൊക്കെ മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദിയെക്കുറിച്ച് അല്ലെങ്കിൽ BJP നേതാക്കളെക്കുറിച്ച്, ഹിന്ദുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് എന്ത് പുലഭ്യവും പറയാം. ആരും ചോദിക്കില്ല, ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അല്ലെങ്കിൽ എങ്ങനെ ധൈര്യം വരുന്നു? ഏതോ ഈ ജാൻമണി എന്ന് പറയുന്ന ഈ പുരുഷൻ ഒറീസയിലും കണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് കെട്ടും ബാണ്ടൊക്കെ എടുത്തു വന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഇത്രയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാൻ ധൈര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സോഴ്സാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് എവിടുന്ന് കിട്ടുന്നത് ഇത്രയും വലിയ ഒരു ധൈര്യം പ്രധാനമന്ത്രിനെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്? ഇതിനൊക്കെ കാരണം, ഇതിനു മുന്നേയും പ്രധാനമന്ത്രിയെ പല ആൾക്കാരും പല രീതിയിൽ പറയുമ്പോഴും ഈ BJP നേതാക്കൾ, അല്ല നേതാക്കളാണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരൊക്കെ ചെയ്യും എന്നത് കൊണ്ടാണല്ലോ അവരെയൊക്കെ നമ്മൾ നേതാവാക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും നേതാവായ പോരെ. അപ്പോൾ ഒന്നും ചെയ്യില്ല, എന്ത് പറഞ്ഞാലും അവർ കേട്ടിരിക്കും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശക്തമായ നടപടി, നിയമ നടപടി എടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ ഇങ്ങനെ പറയുന്നവരെ അടിച്ച് കാരണം പോയിക്കണം. അതാണ് എൻ്റെയൊക്കെ ആഗ്രഹം. പക്ഷേ അതല്ല, ഇവിടെ നിയമപരമായിട്ട് കിട്ടാവുന്നതിൽ മാക്സിമം ശിക്ഷ അതെന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുക്കണം. കാരണം ആ മാതാവിനെ കണ്ടാൽ എങ്ങനെയാണ് ഇങ്ങനെ പുലഭ്യം പറയാൻ വേണ്ടി തോന്നുന്നത്? ശരിക്കും കൈയെടുത്ത് തൊഴാൻ തോന്നുന്നൊരു അമ്മയല്ലേ അത്? ആ അമ്മേനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ. പിന്നെ ഇവൻ പറഞ്ഞത് കേൾക്ക്. ട്രെയിനിൽ പോയിട്ട് അതാണ് പണി. ഇപ്പൊ മോദിതേ ഉള്ളൂ അല്ല, ട്രെയിനിൽ പറയില്ലേ ചായ് വേണോ, ചായ് വേണോ, ചായ് വേണോ, ചായ് വേണോ, സമൂച്ച ചായ് കൊടുക്കാൻ വേണ്ടി പറ. അവന്റെ അതാണ് ജോലിയല്ലോ. അതെന്താ ജാൻമണി, ഈ ചായ വെക്കുന്നത് അത്ര വലിയ തെറ്റാണോ? നിങ്ങളെപ്പോലെ ഇങ്ങനെ ആക്കിയിട്ടൊന്നല്ലോ കാശ് വാങ്ങുന്നത്. നന്നായിട്ട് ഒരു കട തുടങ്ങി, അതിന് വാടക കൊടുത്ത്, പാല്, പഞ്ചസാര, വെള്ളം, അത് കഴുകാനുള്ള വെള്ളം, ഗ്ലാസ്, അങ്ങനെ പല ഇൻഗ്രീഡിയൻസും വാങ്ങിയിട്ടാണ്
ഞാനൊരു ചായക്കട നടത്തുന്നത്, എൻ്റെ ഭർത്താവ് ഒരു ചായക്കട നടത്തുന്ന ഒരാളാണ്. ആ ചായക്കടയിൽ ചായ വിറ്റിട്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അതിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. ചായ നടത്തുന്ന അല്ലെങ്കിൽ ചായ ഷോപ്പ് നടത്തുന്ന ഓരോ ആൾക്കാർക്കും അഭിമാനിക്കാം. നിങ്ങളെപ്പോലെയല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പൈസ ചോദിക്കുന്നത് അല്ലേ? ഇപ്പം മേക്കപ്പ് ഒക്കെ പഠിച്ചിട്ട് ആ രജനീനെ പോലുള്ള, നിങ്ങൾക്കൊക്കെ അതേ ചേരുള്ളൂ. ആ രജനീനെ പോലെ ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യാനേ കൊള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും കൊള്ളൂല. എന്നാലും ആണും പെണ്ണും കെട്ടാൻ എല്ലാ ഈ ട്രാൻസ്ജെൻഡേഴ്സിനും നമുക്കിങ്ങനെ മോശം രീതിയിൽ പറയാനൊന്നും ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ ഈ രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഇത് കേട്ട് നിൽക്കുക? നമ്മളൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഭാരതീയരാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തായാലും ഇവനെതിരെ ഒരുപാട് കേസുകൾ പോയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും തക്കതായ ഒരു ശിക്ഷ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇനി ഒരാൾക്കും ഇതുപോലെ പറയാൻ നാവ് പൊന്തരുത്. അതിന് വേണ്ട രീതിയിലുള്ള ഒരു മാതൃകയായിരിക്കണം ഈ ജാൻമണി എന്ന പുരുഷന് കിട്ടുന്ന ശിക്ഷ.